രണ്ടാം വരവാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യാശ തരുന്ന വിഷയം. പുതിയ നിയമത്തിൽ 300-ലേറെ പ്രാവശ്യം വളരെ നിശ്ചയമുള്ള ഭാഷയിൽ രണ്ടാം വരവിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. അപ്രതീക്ഷിതമായി മിന്നൽ പോലെ കണ്ണിമയ്ക്കുന്നതിനിടയിൽ കർത്താവ് മടങ്ങി വരും. അവനായി നോക്കി കാത്തിരിക്കുന്നവരെ അവൻ തന്നോട് ചേർക്കും. യോഹന്നാൻ 4:35 പറയുന്നു, ഈ 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നതായി കാണാം. ലോകമെമ്പാടും കർത്താവിന്റെ വരവ് ആസന്നമായി എന്ന് ലക്ഷണങ്ങൾ വിളിച്ചറിയിക്കുന്നു. വരൂ, കൊയ്ത്തിനു വേണ്ടി വിളഞ്ഞിരിക്കുന്ന വയലിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. നിന്റെ കറ്റയേക്കാൾ വലിപ്പം എന്റെ കറ്റയ്ക്ക്. അകത്ത് പതിര് ധാരാളം ഉള്ളത് കൊണ്ട് നിന്റെ കറ്റയ്ക്ക് ഇത്ര വലിപ്പം. അസൂയുള്ളവർക്ക് അങ്ങനെ പലതും പറയാം. ആത്മാക്കളെ നേടാൻ കുറച്ച് കഴിവും മിടുക്കും വാക്സാമർത്ഥ്യമൊക്കെ വേണം. കർത്താവേ, നീ ഇവർക്ക് വേണ്ടി മരിച്ചത് വ്യർത്ഥ. സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ ഇവർ മത്സരിക്കുന്നത്. ഞാൻ വളർത്തി വലുതാക്കിയ കുറച്ച് കതിരുകൾ എങ്ങനെയാ നിന്റെ കറ്റയ്ക്കകത്ത് വന്നത്? മോഷ്ടിച്ചല്ല സഭ വലുതാക്കേണ്ടത്. പാൽ കൊടുത്ത് വളർത്തിയാൽ മാത്രം പോരാ, അവർക്ക് കട്ടിയായ ആഹാരം കൊടുക്കാനും പഠിക്കണം. യേശുവേ, നിന്റെ വാക്ക് ഞാൻ ഓർക്കുന്നു. നിന്റെ വയലിൽ അധ്വാനിക്കുന്ന 2 പേരിൽ ഒരാളെ മാത്രമേ നീ എടുക്കുകയുള്ളല്ലോ. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങക്ക് തരുവാൻ നീ ഇവരെ പഠിപ്പിക്കണമേ നാഥ. കൊടും ചൂടും വെയിലുമേറ്റ് ആ കതിരുകൾ വാടുന്ന കാഴ്ച നിങ്ങൾ കാണുന്നില്ലേ? മാമോദീസ വെള്ളം വീണതിൽ തൃപ്തി അടയുന്ന ക്രിസ്തീയ പേരുള്ള കുറെ ക്രിസ്ത്യാനികൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിനെ മറന്ന് അവന് അപമാനം വരുത്തുന്ന വേറൊരു കൂട്ടർ. ഒഴിഞ്ഞ കള്ളുകുപ്പിയും സിഗരറ്റ് കുറ്റികളും നിരാശ നിറഞ്ഞ സംസാരവും നമുക്ക് ചുറ്റും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലേ കൂട്ടരെ? സുവിശേഷ ദർശനമുള്ള വിശ്വാസികളെ വരൂ, നമ്മുടെ രക്ഷകനെ കാണിച്ചു കൊടുക്കാൻ. നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ വിട്ട് ഈഗോ വിട്ട് ഇവരെ സഹായിക്കാം. പ്രിയരെ, നിങ്ങളുടെ നോട്ടം എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ സ്ഥലം, എൻ്റെ സഭ, എൻ്റെ ബാങ്ക് ബാലൻസ്, ഇങ്ങനെ എൻ്റെ മാത്രമാണോ? നിസ്വാർത്ഥമായി സുവിശേഷകരം നമ്മുടെ ചുമതലയായി അംഗീകരിക്കാം. പോകുക, പ്രാർത്ഥിക്കുക, കൊടുക്കുക.
വരവിന് ഇനി വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. അച്ചായോ, ഇങ്ങനെ കിടന്നുറങ്ങാതെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കച്ചായ. കർത്താവിന്റെ വരവിന് ഇനി വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. കർത്താവെ, കിട്ടുന്ന സമയം വ്യക്തമായി കളയാതെ കർത്താവിന്റെ വരവിനെ പറ്റിയുള്ള ഒരു ചിന്ത ഈ മനുഷ്യന് കൊടുക്കണേ. എടി, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട എന്നോട് ഒരുപാട് വാഗ്ദത്തങ്ങൾ പല പ്രവാചകന്മാരും ദൂത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിറവേറാതെ കർത്താവ് വരത്തില്ല. അടുത്ത കാലത്തൊന്നും ആ വാഗ്ദത്തം നിറവേറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വാഗ്ദത്തം ഓർത്ത് വെറുതെ ഇരുന്നാൽ പോരാ അച്ചായ, കർത്താവിനോട് കൂടെ നടക്കണം. അമ്മ ബൈ ബൈ, ബസ് വരാൻ സമയമായി. മക്കളെ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. മക്കളെ, സ്കൂളിൽ നിന്ന് വരുമ്പോൾ കാണാം. അഥവാ നിങ്ങൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പേ യേശു അപ്പച്ചൻ വരുവാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. എന്തൊക്കെയാണ് നീ കുഞ്ഞുങ്ങളോട് പറയുന്നത്? കർത്താവ് ഉടനെ ഒന്നും വരത്തില്ല. പെന്തിക്കോസ്ത് മാർഗത്തിൽ പോയതിന് എന്നെ തള്ളിക്കളഞ്ഞ എന്റെ വീട്ടുകാരുടെ ഒക്കെ മുമ്പിൽ ദൈവം എന്നെ മാനിച്ചിട്ടേ യേശു വരത്തുള്ളൂ. അതാ എന്റെ ആഗ്രഹവും. അങ്ങനെ പറയാതെ നിങ്ങൾക്ക് അവരോടുള്ള കയ്പ് മാറ്റി അവരെയും കൂടി ഈ മാർഗത്തിലോട്ട് കൊണ്ടുവരുവാൻ അവർക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൂടെ? പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അവരെ രൂപാന്തരപ്പെടുത്തും. ആ, ഫ്രെഡിങ്ങൾ വരുന്നുണ്ടല്ലോ. ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം. ശരീരത്തിന്റെ ആരോഗ്യം സൂക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണല്ലോ. ഞാനൊന്ന് അച്ചായോ, 10 മണിക്ക് സഭയുടെ ഫാസ്റ്റിംഗ് പ്രെയർ തുടങ്ങും. നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോകാം. ഓ, ഞാൻ വരുന്നില്ല. എൻ്റെ വൈഫ് ഡ്യൂട്ടിക്ക് പോയിരിക്കുക. ഒറ്റയ്ക്ക് പോകാനൊരു മൂടുമില്ല. അരമണിക്കൂർ ദിവസവും നടക്കണമെന്നാണ് ഡോക്ടർ പ്രത്യേകം പറഞ്ഞത്. അങ്കിൾ, ദൈവം ഒരുമിച്ചല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആ കണക്ക് ചോദിക്കുന്നത്. മുമ്പേ യേശുവിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. ഓ, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. അല്ലേലും എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്നേ. ആ, നിങ്ങൾ വരുന്നില്ലെങ്കിൽ ഞാൻ 10 മണിക്ക് തന്നെ പോകും. പ്രിയരെ, നമുക്ക് കിട്ടിയ സമയം, താലന്ത്, അവസരം നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന കർത്താവ് നമ്മളോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ ഭാവി ഭവനം, അവിടെ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ യെരൂശലേം, രാത്രിയില്ലാത്ത, ശാപമില്ലാത്ത, വേദനയില്ലാത്ത, കരച്ചിലും കണ്ണുനീരും മരണവുമില്ലാത്ത നമ്മുടെ നിത്യരാജ്യം. ദൈവരാജ്യം
ക്ലാരേ, എടി ക്ലാരേ, ചായ കൊണ്ടുവാ. അവൾ എവിടെ പോയി കിടക്കുക? പിള്ളേരെ കാണുന്നില്ലല്ലോ. സ്റ്റാൻലി, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഡേസി വന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ ഒത്തിരി പേരെ കാണാനില്ലെന്നാണ്. എന്ത് പറ്റി സാർ? എല്ലാവരും വിഷമിച്ചിരിക്കുന്നത്. മക്കളെ, നിങ്ങൾ അറിഞ്ഞില്ലേ, ഇന്നലെ രാത്രി കർത്താവ് വന്നുപോയി. എന്റെ ഭാര്യയും കർത്താവോട് കൂടെ പോയി. അല്ല, ഞങ്ങളെയും കുഞ്ഞുങ്ങളെയും ഇത്രയും ഉപദേശിച്ചിട്ട് സാറെന്താ പോകാഞ്ഞത്? മക്കളെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇത്രയും നാൾ ഞാൻ കർത്താവിന്റെ രാജ്യം എന്ന് പറഞ്ഞ് പണിതത് എന്റെ സ്വന്തം രാജ്യമായിരുന്നു. എന്റെ മഹത്വത്തിന് വേണ്ടിയാ ഞാൻ അധ്വാനിച്ചത്. അതിന്റെ ഫലമായത്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. നിങ്ങളോ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക. പ്രത്യാശയോടെ കാത്തിരുന്ന് വിശുദ്ധിയിൽ നിങ്ങളെ തന്നെ കാക്ക. എന്നാൽ നാം രൂപാന്തരപ്പെടും. പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. മാറാനാഥ. ആമേൻ. കർത്താവേ വരണമേ.